ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ചിത്രം ആദ്യ ദിവസം കേരള കളക്ഷനായി 1,92,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 4,21,00,000 രൂപയുമായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. രണ്ടാം ദിവസം ചിത്രം കേരള കളക്ഷനായി 2,10,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 5,95,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമ തീവാറും കളക്ഷനാണ് നേടിയെടുത്തത്. കേരളത്തിൽ ഈ സിനിമ 3,30,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 8,40,00,000 കളക്ട് ചെയ്ത് 18,55,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏകദേശം 8,50,00,000 മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ 27 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് 2025 ആദ്യ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുക്കുന്ന മലയാള സിനിമയായി രേഖാചിത്രം മാറിയിരിക്കുകയാണ്. അർജുന അശോകൻ നായകനായി മഹേഷ് മധു സംവിധാനം ചെയ്ത് ജനുവരി 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയത് ഫാന്റസി ഫാമിലി കോമഡി ത്രില്ലർ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അനശ്വര രാജൻ, ബാലു വർഗീസ്, രഞ്ജി പണിക്കർ, അൽതാഫ് സലിം എന്നിങ്ങനെ താരതമ്യമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 1,99,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ കാത്തിരിപ്പുകൾക്കൊടുവിൽ 24 ദിവസമായ ഇന്നലെ ഞായറാഴ്ചയുടെ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ 9ാമത്തെ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്ന സിനിമയാണ് മാർക്കോ. ഹനീഫ് അദേനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ 20 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 3 ആഴ്ച കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 97,40,00,000 രൂപയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. 22ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 58,00,000 രൂപയായിരുന്നു. ശനിയാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 88,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ 24ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1 കോടിക്ക് മുകളിലുമാണ്. കേരള കളക്ഷനായി 42 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 67,70,00,000 രൂപയാണ്. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് $3.75 മില്യൺ, ഏകദേശം 33 കോടിക്ക് മുകളിലാണ്. ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് മലയാളം പതിപ്പിൽ നിന്ന് തന്നെയാണ്. 80,80,00,000 രൂപയാണ് മലയാളം വേഷന്റെ കളക്ഷൻ. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായി 19,20,00,000 രൂപയുമായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമായാലും ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമായാലും ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. മാർക്കോ എന്ന സിനിമയ്ക്കൊപ്പം ക്രിസ്മസ് റിലീസായി ഡിസംബർ 19 തിയേറ്ററിലെത്തിയ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ആഷിഖ് കപൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 28,25,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. രാംചരൺ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമയായ ഗെയിം ചേഞ്ചറിന്റെ ആദ്യ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ തള്ളായത് കൊണ്ടാവാം പിന്നീടുള്ള ദിവസങ്ങളിൽ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 186 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 80 കോടി രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 28 കോടി രൂപയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് 108,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ മൂന്നാം ദിവസമായ ഞായറാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 30 കോടിയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 138 കോടിയോളം രൂപ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി സ്വന്തമാക്കിയിട്ടുണ്ട്. ഒട്ടും മികച്ച തുടക്കമല്ല ഈ രാംചരൺ ചിത്രം നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. മലയാളി താരം ഷെയ്ൻ നിഗം നായകനായി വാലി മോഹൻദാസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മദ്രാസ്കാരൻ. ചിത്രത്തിൽ കലയരശൻ, നിഹാരിക കൊണ്ടലെ, ഐശ്വര്യ ദത്ത എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും വേണ്ടത്ര തിയേറ്ററുകളോ കളക്ഷനോ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. ആദ്യ ദിവസം 30 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. രണ്ടാം ദിവസം 25 ലക്ഷം രൂപയും ഇന്നലെ ഞായറാഴ്ച 34 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 90 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.